ഹലോ നമസ്കാരം. ഞാനിന്ന് കുക്കുംബർ വെച്ചിട്ടുള്ളൊരു സോപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഹാഫ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡിൽ. അതായത് നമ്മൾ എടുക്കുന്ന വാട്ടർ, ഈ സോപ്പിന് വേണ്ടി എടുക്കുന്ന വാട്ടർ 2 പോർഷനായിട്ട് തിരിച്ചിട്ട് അതിൻ്റെ 1/4 ഭാഗം ജ്യൂസാക്കി അത് ഓയിലൊഴിക്കുന്ന മെത്തേഡാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കാസ്റ്റിക് സോഡ അളന്നെടുക്കാം. 55.5 ഗ്രാം കാസ്റ്റിക് സോഡയാണ് നമുക്ക് ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടത്. അടുത്ത് നമുക്ക് വാട്ടർ മെഷർ ചെയ്തെടുക്കണം. വാട്ടർ വേണ്ടത് 83.38 ഗ്രാം വാട്ടറാണ് വേണ്ടത്. അത് ഡീമിനറലൈസ്ഡ് വാട്ടർ തന്നെ വേണം. അത് നമുക്ക് മെഷർ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കാസ്റ്റിക് സോഡ ഇട്ട് കൊടുക്കണം. കാസ്റ്റിക് സോഡ ഇട്ട് കൊടുക്കുമ്പോൾ ഓരോരോ പോർഷനാക്കി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒറ്റയടിക്കിടാതെ കുറച്ച് കുറച്ച് ഇട്ടിട്ട് അത് നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം അടുത്തത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. അതിനുശേഷം അടുത്ത ഇതോടെ ഇട്ട് കൊടുക്കുക. ഇതും നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ബാക്കിയുള്ള കാസ്റ്റിക് സോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കാസ്റ്റിക് സോഡ നന്നായിട്ട് അലിയുന്നത് വരെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഇതൊന്ന് റൂം ടെമ്പറേച്ചർ ആവാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോഴേക്ക് ഇതിൻ്റെ ഹീറ്റെല്ലാം കുറഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള മിൽക്കി കളറിൽ നിന്നൊരു ട്രാൻസ്പെറൻറ്റ് കളറിലേക്കാവും. ഇത് നമ്മുടെ കുക്കുംബറിൻ്റെ ജ്യൂസാണ്. അത് ഒരു 27.7 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ടോട്ടൽ വരുന്ന വാട്ടർ എന്ന് പറയുന്നത് 111 ഗ്രാം വാട്ടറാണ്. ഇപ്പോൾ എടുത്ത ജ്യൂസും മുമ്പ് എടുത്ത വാട്ടറും കൂടെ കൂടിയിട്ടാണ് ഈ 111 ഗ്രാം വരുന്നത്. ഇനി നമുക്ക് സോപ്പിന് വേണ്ടിയിട്ടുള്ള ഓയിൽ മെഷർ ചെയ്തെടുക്കാം. ഇത് 3 ടൈപ്പ് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, കാസ്റ്റർ ഓയിൽ. ആദ്യം നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ 168.75 ഗ്രാമാണ് വേണ്ടത്. അടുത്തത് ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ വരുന്നത് 187.5 ഗ്രാം. ഇനി കാസ്റ്റർ ഓയിലാണ്. കാസ്റ്റർ ഓയിൽ 18.75 ഗ്രാം. അപ്പം ഓയിലൊക്കെ എടുക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ എടുക്കുക. 1-2 പോയിൻ്റ് വ്യത്യാസം വന്നാൽ കുഴപ്പമില്ല. എങ്കിലും നമ്മൾ മാക്സിമം കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ആ കുക്കുംബറിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ജ്യൂസ് ഈ ഓയിലിൽ നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്താവില്ല. അതുകൊണ്ട് നമുക്ക് ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് അത് നന്നായിട്ട് ബ്ലെൻഡ് ആവുള്ളൂ. അതിനുശേഷം നമുക്ക് ഈ ലൈ സൊല്യൂഷൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിക്കണം. നമുക്ക് ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ബ്ലെൻഡ് ചെയ്യണ്ട. കാരണം അത് തിക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഓയിലും അതുപോലെ തന്നെ വാട്ടറും ശരിക്കും യോജിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബാക്കി നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോൾഡിലേക്ക് എടുത്തൊഴിക്കാൻ പാടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇത് നമ്മൾ ഈ സ്പാച്ചിൽ വെച്ചിട്ടാണെങ്കിലും ബ്ലെൻഡർ വെച്ചിട്ടായാലും ഇത് നിർത്തേണ്ട കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെ ഒഴിക്കുമ്പോൾ ഇതുപോലെ ട്രേസ് വരണം. നമ്മുടെ സോപ്പ് ബാറ്റർ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കപ്പിൽ കുറച്ച് നീം പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പോർഷൻ ഒഴിച്ചാൽ മതി. നമ്മൾ കുക്കുംബർ സോപ്പാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ കുക്കുംബറിൻ്റെ ചെറിയൊരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നീം പൗഡർ എടുത്തത്. നീം പൗഡർ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൗഡർ ആയതുകൊണ്ട് മിക്സ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഒരു വലിയ പാത്രമാണെങ്കിൽ നമുക്ക് ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലാത്തിലും അത് സ്പ്രെഡ് ആയിക്കോളും. ഞാനിപ്പോൾ ചെറിയ കപ്പ് ആയതുകൊണ്ടാണ് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു 2 സ്പൂണ് നമുക്ക് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് ലൈറ്റ് ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ആയില്ലെങ്കിൽ നമുക്ക് ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അത് പെട്ടെന്ന് എല്ലായിടത്തും മിക്സ് ആയിക്കോളും. ഇനി നമുക്ക് ആദ്യത്തെ ബാറ്റർ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഈ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇസെൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രാഗ്രൻസ് ഓയിലോ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ജെറേനിയം ഇസെൻഷ്യൽ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതൊരു 3% എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രാഗ്രൻസ് ആയാലും ഇസെൻഷ്യൽ ഓയിൽ ആണെങ്കിലും മോൾഡിൽ ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമാണ് കേട്ടോ ഒഴിക്കാമുള്ളൂ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടിയായി പോകും. നമുക്ക് മോൾഡിലേക്ക് എടുത്ത് ഒഴിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മുടെ ബാറ്റർ സെക്കൻഡ് ലെയറായിട്ട് നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്പാച്ചില വെച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ താഴത്തെ ലെയറിനെ കൂടുതൽ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ലൈറ്റായിട്ട് വേണം ഒഴിക്കാനായിട്ട്. നമ്മൾ ഡബിൾ കളറൊക്കെ ചെയ്യുമ്പം ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇത് 100% നാച്ചുറൽ ആയിട്ടുള്ള സോപ്പാണ്. യാതൊരുവിധ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് സോപ്പ് മേക്കിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ 3 days സോപ്പ് മേക്കിംഗ് ക്ലാസ് ചെയ്തു കൊടുക്കുന്നുണ്ട് വിത്ത് PDF. കൂടെ ഫ്രീ ആയിട്ട് നമ്മൾ ലിപ് ബാമിൻ്റെ ക്ലാസ്സും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സോപ്പ് മേക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം.